ഹായ്, ഞാൻ ഒരുപാട് നാളായി ഈ ഒരു സ്ഥലത്ത് വരണമെന്ന് വെച്ചിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, അതാണ് ഞാൻ കുടയൊക്കെ ചൂടി നടക്കുന്നത്. മഴക്കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. മഴക്കാലത്ത് മാത്രം വന്നാലാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് നാളായി ഈ സ്ഥലത്ത് വരണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലം, അതും മഴക്കാലത്ത് കാണേണ്ട ഒരു സ്ഥലമാണ്. കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തിനടുത്ത്. ആ സ്ഥലം ഏതാണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രെൻഡിങ് സ്പോട്ട്. സങ്കേതം കോഴിക്കോട് കുന്നമംഗലം ചാത്തമംഗലത്തിനടുത്താണ് ഈ സങ്കേതം എന്നുള്ള സ്പോട്ടുള്ളത്. മഴക്കാലത്ത് ഭയങ്കര വൈബാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ സ്ഥലത്തിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യണ്ട. ഈ മഴക്കാലത്ത് സങ്കേതത്തിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടോളൂ. ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും, അവിടെ നടക്കുന്ന സംഭവങ്ങളും, അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പ്രകൃതികൾ അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കിടില സ്പോട്ടാണ്. ഇതുണ്ടോ, ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളൊക്കെ കാണാം കേട്ടോ. രണ്ട് സൈഡും പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നല്ല മഴയുണ്ട്. മഴയത്താണ് ഈ സ്ഥലത്തേക്ക് ഇവിടെ വരേണ്ടത്. റോഡ് വളരെ മോശമാണ്, കുണ്ടും കുഴിയൊക്കെ ആയി കിടന്നിട്ട്. ഇതിലൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കും. കോഴിക്കോട് പൊതുവേ ഇപ്പം മഴ കുറവാണ്. മഴയുണ്ടെങ്കിലേ നമ്മൾ ഈ കാണുന്ന സ്ഥലമൊക്കെ നിറഞ്ഞ് കവിയും. അപ്പോൾ ഈ വയലും പുഴയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയൊരു പുഴയുണ്ടല്ലോ, ഈ പുഴയുടെ രണ്ട് വശത്തുള്ള ഈ പച്ചപ്പ് നിറയെ വെള്ളം നിറഞ്ഞു കിടക്കും. നമ്മൾ ആ റോട്ടിൽ നിന്ന് നോക്കിയാൽ വേറെ ലെവൽ സ്ഥലമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ചെറിയ പുഴയിൽ ഇറങ്ങി കുളിക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഒരുപാട് പേര് വെള്ളത്തിൽ നീന്തുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒരു ജോഡി ഡ്രസ്സും കൂടെ കരുതിയിട്ട് വരികയാണെങ്കിലേ ഈ വെള്ളത്തിൽ കളിച്ചിട്ട് പോകാം. നല്ല രസമാണ്. മഴയത്ത് നല്ല രസമാണ് ഇവിടെ. അതുപോലെ തന്നെ നമുക്കിവിടെ പാലട പായസവും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവും. നല്ല രസമാണ്. ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തെ വശത്താണ് എല്ലാവരും നീന്തുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അവിടേക്ക് ക്യാമറ അധികം കാണിക്കുന്നില്ല. അവരുടെ സ്വകാര്യതയ്ക്ക് നമ്മൾ ഭംഗം വരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ രണ്ട് വശത്തും, റോഡിൻ്റെ രണ്ട് വശത്തും പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞെടുക്കുകയാണ്. അതിലിങ്ങനെ വെള്ളം നിറഞ്ഞെടുക്കും. നല്ല രസമാണ്. കുറച്ച് നടന്നിട്ട് വരാം. ഇതൊരു വയൽ പ്രദേശമാണ്. രണ്ട് വശത്തും വയലുകളാണെങ്കിൽ നടുക്കൂടെയുള്ളൊരു റോഡും. അതാണ് ഇതിൻ്റെ ഭംഗി. നടന്നു നോക്കാം. ഇതുണ്ടോ, ഈ റോഡിന് അപ്പുറവും ഇപ്പുറവും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായൽ പോലെ കഴിഞ്ഞാൽ നല്ല കിടില സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
മഴയാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ജനങ്ങളുടെ കളിയാണ്. മഴയാണെങ്കിൽ പറയേ വേണ്ട, ഒരുപാട് ജനങ്ങളുണ്ടാവും. ഈ സ്ഥലം പണ്ട് മുതലേ ട്രെൻഡിങ്ങിലുള്ളതാണ്, പക്ഷേ ഞാൻ അറിയാൻ വൈകിപ്പോയി. കോഴിക്കോട് വരുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് ഈ സ്ഥലം ഒന്ന് കാണാൻ വരണം. നല്ല കിടിലൻ വൈബ് സ്ഥലമാണ് സങ്കേതം. മനോഹരമായ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് അടിച്ചോളൂ, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തോളൂ. ഇങ്ങനത്തെ മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാട് പേര് അറിയാൻ വേണ്ടിയിട്ടേ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഒരു പുഴ, ചെറിയൊരു തോടാണ്. ആ തോടും ഇതും നിറയെ വെള്ളം നിറഞ്ഞിട്ടും അപ്പം അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ കേട്ടോ. പക്ഷേ കോഴിക്കോട് പ്രാവശ്യം പൊതുവേ ഇപ്പോൾ മഴ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും അറിഞ്ഞിട്ടില്ല. നല്ല മഴക്കാലത്ത് ഇവിടെ വരുന്നു, അടിപൊളി സ്പോട്ടാണ്. ആണെങ്കിലും ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഒരു കൊക്കുണ്ട്, അതുണ്ടോ, ഒരു കൊക്കിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ 2-3 തരം പക്ഷികളെ ഞാൻ കണ്ടു, പക്ഷേ പക്ഷികളുടെ പേരറിയാത്ത പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ ആ ഡാമിൻ്റെ സൈഡിൽ കൂടി ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്, ജനങ്ങളാണെന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത്. നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞത് എപ്പോഴും. ഞാനിന്ന് വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചാത്തമംഗലത്ത് നിന്ന് വെള്ളന്നൂർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സങ്കേതം എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്ത് ബസ് നിർത്തും. 13 റുപ്യ പോയിൻ്റാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പം സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്കും ഇവിടെ വന്നു പോകാം. ഇതാണ് സങ്കേതം ബസ് സ്റ്റോപ്പ്. ഈ വഴിക്കല്ല നമുക്ക് പോകേണ്ടത്. ഇതേപോലെ തന്നെ അവിടെ ഒരു വഴി കാണാം. അതിലെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്താം. സങ്കേതം ബസ് സ്റ്റോപ്പ്. ചാത്തമംഗലത്ത് നിന്ന് എപ്പോഴും മാവൂരൊക്കെ ബസ്സുണ്ട്. ഇതാ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നു. ഇത് മുക്കത്തേക്കുള്ള റോഡ്, ഇത് കുന്നമംഗലത്തേക്കുള്ള റോഡാണ്. കുന്നമംഗലം മുക്കം റോഡ്, അവിടെയാണ് ചാത്തമംഗലം സ്ഥലമുള്ളത്. ചാത്തമംഗലം ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് ഒരു റോഡുണ്ടാവും. ഈ റോഡാണത്. ഈ റോഡിനാണ് നമുക്ക് സങ്കേതം എന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇതാ ഈ വരുന്ന ബസ്സിലാണ് നമ്മൾ സങ്കേതത്തിലോട്ട് പോയത്. ഒരുപാട് ബസ് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്, ആ കാറ് പോകുന്ന റോഡാണ് കേട്ടോ. ഇത് കുന്നമംഗലം മുക്കം റോഡാണ്. ആ കാറ് പോയ റോഡിനാണ് നമുക്ക് സങ്കേതത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഞാൻ കോഴിക്കോട്ടേക്കുള്ള ബസ് കാത്തിരിക്കുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ചെറിയ പുഴയും അതുപോലെ തന്നെ വെള്ളവും, അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സങ്കേതം എന്ന സ്ഥലം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ വിചാരിച്ച് വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടോയെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ കോഴിക്കോട് പൊതുവേ കുറച്ച് മഴ കുറവായതുകൊണ്ട് ഇപ്പോൾ അത്രയും അങ്ങോട്ട് നമുക്ക് വെള്ളം നിറഞ്ഞിട്ടില്ല. വെള്ളം നിറഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടുത്തെ
ഈ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ വന്നു പോകുന്ന ജനങ്ങളുടെ ഒരു വൈബ്. അപ്പം സങ്കേതം എന്ന സ്ഥലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.